പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, കയ്യിൽ ചുരുട്ടി ഒതുക്കിയ ചിത്രശലഭവുമായി കുഞ്ഞുമകൾ ഓടിയെത്തി ചോദിച്ചു, ഇതിന് ജീവനുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ കയ്യൊന്നമർത്തിയാൽ മതി, അതിൻ്റെ ജീവൻ പോവും. ഇല്ലെന്ന് പറഞ്ഞാലോ തുറന്നങ്ങ് വിടും. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ 15:17 പറയുന്നു, ജീവനും മരണവും മനുഷ്യൻ്റെ മുൻപിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. ദൈവത്തിൻ്റെ വിശുദ്ധ മാർഗവും ദുഷ്ടൻ്റെ പാപമാർഗവും നമ്മുടെ മുൻപിലില്ലേ? ഏതാണ് നാം തിരഞ്ഞെടുക്കുക? ദൈവത്തിൻ്റെ കരുണയുടെ നീർച്ചാൽ ഒഴുക്കുന്ന ജീവൻ്റെ മാർഗം വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നു. അനേകർക്ക് വേണ്ടി കരുണ ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരല്ലേ നാം? നമ്മെ തന്നെ നവീകരിക്കുന്നതോടൊപ്പം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ തീഷ്ണതയുള്ളവരാകാം. മനുഷ്യരുടെ മുൻപിൽ ആത്മാർത്ഥത കാണിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അവരുടെ നന്മ അന്വേഷിക്കുന്ന വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് പരിശ്രമിച്ചാലോ? പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പിതാവിൻ്റെ കരുണയും ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്നു. നമുക്ക് കാതോർക്കാം, ആ തിരുസന്നിധിയിലേക്ക് കൈകൾ കൂപ്പാം.